Good morning and welcome to Doctor's Talk. Doctor's Talkil ഇന്നത്തെ വിഷയം ഡയബറ്റീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു ക്രമത്തിൽ മേലെ പോകുന്നതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് ലോകത്ത്. ഡയബറ്റീസ് ഏറ്റവും കൂടുതലുള്ള അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ വിഷയം ഡയബറ്റീസ് തന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതായത് സാധാരണഗതിയിൽ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നോർമലായിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു ലേഡി, ഒരു പ്രഗ്നൻസി പീരീഡിൽ ഗർഭകാലത്ത് പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുക, ഒരു ഡയബറ്റിക് ലെവലിലേക്ക് കൂടുക, അതിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് എന്നോടൊപ്പം ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ കുമാറാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ പ്രവീൺ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ നോർമലി ഡയബറ്റീസ് ഒന്നും ഇല്ലാതെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നോർമൽ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒരു ഗർഭകാലത്ത്, ഒരു പ്രഗ്നൻസി പീരീഡിൽ ഹൈ ലെവലിലേക്ക് പോകുന്നതിനെ നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കൃത്യമായിട്ട് അത് എന്താണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്തെ പ്രമേഹം, ഇത് വരുന്നത് ഗർഭകാലത്തെ പ്രമേഹം. യൂഷ്വലി ഗർഭകാലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഭയങ്കര സ്ട്രെസ്ഫുൾ പീരിയഡ് ആണ് അല്ലേ. ഗർഭം ധരിക്കുക, ഒരു പുതിയൊരു ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക, ആ ജീവനെ നിലനിർത്താൻ ഒരുപാട് ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഹോർമോണുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ജീവൻ ഈ യൂട്രസിൽ പിടിച്ചു നിന്ന് 9 മാസം തികഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഈ ഹോർമോണുകൾ, മിക്ക ഹോർമോണുകളും ഈ ഇൻസുലിന്റെ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിന്റെ പ്രവർത്തനത്തെ കുറക്കുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ശരിക്കും ഒരു പരീക്ഷണ ഘട്ടം എന്ന് പറയാം ഈ ബീറ്റാ സെൽ, അതായത് പാൻക്രിയാസിലെ ബീറ്റാ സെൽ, ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസിന്റെ ഒരു പരീക്ഷണ ഘട്ടമാണ് ഗർഭകാലം. ഈ ഹോർമോണുകളെല്ലാം തന്നെ ഈ ആന്റി ഇൻസുലിൻ ഇഫക്റ്റ് ഉണ്ടാക്കി ഈ ശരീരത്തിലെ ഇൻസുലിന്റെ എഫിഷ്യൻസി കുറച്ച് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നില ഉയർത്തുന്നു. അതാണ് മെയിനായിട്ടുള്ള കാരണം ഈ ഗർഭകാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാവാനുള്ള കാരണം. ഇത് ഇപ്പം ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ലോകത്ത് നിന്ന് ഇപ്പം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും, നോർമൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയം, ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഓരോ ദിവസവും എത്ര ആൾക്കാർ ഡയബറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ചെറുപ്പക്കാർ പോലും ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിന് അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം, നമ്മുടെ ഇന്ത്യയിലുള്ള കണക്ക് പ്രകാരം ഏകദേശം 20% ഈ ഗർഭിണികളിൽ ഡയബറ്റീസ് കാണുന്നുണ്ട്. 20%-ഓളം ഗർഭിണികൾ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ബാധിതരാണ്. അതുവരെ ഡയബറ്റീസ് പ്രമേഹം ഇല്ലാത്ത ആൾക്കാരിൽ ഗർഭിണിയാവുന്നതോടുകൂടി ഈ ഗ്ലൂക്കോസ് നില കൂടുന്ന ആ അവസ്ഥ 20%-ഓളം ഗർഭിണി, അത് വളരെ വലിയൊരു സംഖ്യയാണ് ആക്ച്വലി. കാരണം നമ്മുടെ പൊതുജനങ്ങളുടെ ഇത് കണക്കെടുത്തു കഴിഞ്ഞാൽ 10%-ഓളം ജനങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഗർഭിണികളാവുമ്പോൾ 20%-ഓളം ആൾക്കാർ ഡയബറ്റീസ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. ഈ ജെസ്റ്റേഷൻ ഡയബറ്റീസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗർഭിണികൾ ഇവര് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഒരു ആഹാരക്രമം പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡയബറ്റീസ് ലൈഫ് ലോങ് ഡയബറ്റിലേക്ക് മാറാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 കൊല്ലം 10 കൊല്ലം ആ ഇടവേളയിൽ തന്നെ ചിലപ്പോൾ ഡയബറ്റീസിലേക്ക് മാറാം. അതാണ് റിസ്ക്, വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഇല്ലാത്ത ലേഡീസിന് പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റൈസ് ഓഫ് ബ്ലഡ് ഷുഗർ ആണല്ലോ. അതെ അതെ. ഇത് പ്രഗ്നൻസി ഉണ്ടാകുന്നതിൽ 20% ആൾക്കാർക്ക് ഉണ്ടാവുന്നു പറയും. അതൊരു വലിയ നമ്പറാണ്. പക്ഷെ ബാക്കി 80% ഉണ്ടാവുന്നില്ലല്ലോ. ഇല്ല. അപ്പം ഈ 20% എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ ഒരു റിസ്ക് ഗ്രൂപ്പ് ഉണ്ടോ? അതെ അതെ. റിസ്ക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉള്ള പ്രഗ്നൻസിയിൽ, ഇതിപ്പോ 2ാമത്തെയോ 3ാമത്തെ പ്രഗ്നൻസി ആണെങ്കിൽ, ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസിന്റെ ഒരു ചെറിയൊരു സൂചന ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം റിസ്ക് ഉണ്ട് നെക്സ്റ്റ് സബ്സിക്വന്റ് പ്രഗ്നൻസിയിൽ. അതുകൂടാതെ ഈ വളരെ അടുത്ത ബന്ധുക്കളിൽ, അതായത് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഇവരൊക്കെ പ്രമേഹ ബാധിതരാണെങ്കിൽ അവരിൽ വളരെയധികം റിസ്ക് ഉണ്ട്. അവർക്ക് ഈ ഗർഭകാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ ഏഷ്യൻസിൽ, നമ്മൾ ഏഷ്യൻസിലൊക്കെ വളരെയധികം പ്രമേഹ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഏത് ഗർഭിണികളിലെയും നമ്മൾ തുടക്കത്തിൽ തന്നെയും പരിശോധിക്കണം. അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഷുഗർ ലെവൽ കൂടുതലാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കാതെയും അത് കുട്ടികളിൽ ഗർഭസ്ഥ ശിശുവിന് വളരെയധികം മോശമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമാണ് ഇത് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. ഈ ഹോർമോൺ വ്യതിയാനങ്ങളും പിന്നെ ഇപ്പൊ പറഞ്ഞ പാരമ്പര്യം ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട? ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി, ഇപ്പം ഉദാഹരണത്തിന് അമിതവണ്ണമുള്ള ആൾക്കാർ, പിന്നെ ഏജ് കൂടിയ ആൾക്കാർ. ഇപ്പൊ ഗർഭിണികളുടെ ആദ്യത്തെ ഗർഭം 25 വയസ്സിന് മുകളിൽ, 30 വയസ്സിന് മുകളിലാണെങ്കിൽ വളരെ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം അമിതവണ്ണം ആണെങ്കിൽ നമുക്കറിയാം ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത് കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അവസ്ഥ സംജാതമാവും അമിതവണ്ണമുള്ള ആൾക്കാരിൽ. കാരണം കൂടുതൽ ഫാറ്റ് ഉണ്ടാവും, ഇൻസുലിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ളവരിലും ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഇപ്പം എനിക്ക് എൻ്റെ അറിവനുസരിച്ച് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഷുഗറും എല്ലാം ചെയ്ത് നോക്കുന്നത്. അത് ചെയ്യുന്നതിന്റെ പർപ്പസ് ഇതാണോ? ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടോ കണ്ടുപിടിക്കാൻ? ഡയബറ്റീസ് ഓൾറെഡി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പ്രീ ജസ്റ്റേഷൻ, അതായത് ഈ ഗർഭിണി ആവുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനാണ് നേരത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് യൂഷ്വലി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ്, 1-2 മാസം കഴിഞ്ഞ്, അതായത് കൃത്യമായി പറഞ്ഞ ഒരു 24 ആഴ്ച പ്രഗ്നൻസിയിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ ലെവൽ കൂടുക. ആ സമയത്ത് എന്ത് തന്നെയായാലും നമ്മൾ ഷുഗർ നിലയും ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ചെയ്ത് നമ്മൾ പരിശോധിച്ച് കൺഫേം ചെയ്യണം ഷുഗർ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും കൂടുതലുണ്ടോ, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ സാധാരണയിലും കവിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്ത് തന്നെയായാലും നമ്മൾ പരിശോധിച്ചിരിക്കണം 24 ആഴ്ചയാകുമ്പോൾ നിർബന്ധമായി. പക്ഷേ നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ജനിച്ച ആൾക്കാരിൽ വളരെയധികം പ്രമേഹ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഗർഭിണി ആയ സമയത്ത് തന്നെ ഷുഗർ നില ടെസ്റ്റ് ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഈ റിസ്ക് ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, അമിതവണ്ണം ഉള്ളത്, പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഗർഭിണികൾ, അതായത് 30 വയസ്സിന് മുകളിൽ ഗർഭിണിയായ ആൾക്കാരിൽ, പിന്നെ വളരെ അടുത്ത ബന്ധുക്കളിൽ ഈ പ്രമേഹമുള്ള ആൾക്കാർ, വളരെയധികം അടുത്ത ബന്ധുക്കൾ, അച്ഛൻ അമ്മ സഹോദരങ്ങളിൽ പ്രമേഹമുള്ള ആൾക്കാരിൽ, അവരുടെയൊക്കെ ശരിക്ക് നമ്മൾ സാധാരണ ലെവലിലുള്ള ഗ്ലൂക്കോസ് ലെവല് കൂടാതെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇനീഷ്യലി തന്നെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ലേഡീസിന് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ, അവർക്ക് ഭാവിയിൽ ഡയബറ്റീസ് ഉണ്ടാവാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളപ്പോൾ അവരുടെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക്. ടൈപ്പ് 2 പ്രമേഹം ഈ കുട്ടികൾക്കല്ല, അമ്മമാർക്ക്. അതുകൊണ്ടാണ് അവരുടെ ഈ സമയത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതെ, ഇൻസുലിൻ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതെ അവർക്ക് ഡയബറ്റീസ് വരുന്നത്. അവർക്ക് ഈ സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സാധ്യത, ആ ജനറ്റിക് സാധ്യത കുട്ടികൾക്ക് എന്ത് തന്നെയായാലും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ ഗർഭകാലത്ത് പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ. ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടായ ഗർഭിണികളിലെ പ്രമേഹം നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഗർഭസ്ഥ ശിശു കൂടുതൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് വലുതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടി അമിതവണ്ണവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷനും ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയായാലും ആ കുട്ടിക്ക് പ്രമേഹം വരാനുള്ള സാധ്യത പിന്നീട് വലുതായി കഴിഞ്ഞിട്ട് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് കുട്ടിക്കുണ്ടാകുന്ന റിസ്ക്. കുട്ടിക്കുണ്ടാകുന്ന റിസ്ക് അതാണ്. അതുമാത്രമല്ല ഈ പ്രസവ സമയത്ത് റിസ്ക് ഉണ്ടാവാം. കാരണം ഈ വലുതായ കുട്ടി അതിന്റെ പ്രസവം ചിലപ്പോൾ സിസേറിയനായി മാറിക്കൂടാന്നില്ല. പിന്നെ പ്രസവിച്ച ഉടനെ തന്നെ ഉള്ള റിസ്ക് ഉണ്ട്. കാരണം ഈ ഗർഭിണിയുടെ ശരീരത്തിൽ ഷുഗർ നില കൂടുതലാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് മുഴുവൻ പ്ലാസന്റയിൽ കൂടെ കുട്ടിയുടെ ശരീരത്തിലേക്ക് പോകും. അപ്പോൾ കുട്ടി അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ ഗ്ലൂക്കോസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കുട്ടി വരുന്നത്. അപ്പോൾ ഇൻസുലിൻ ആക്ഷൻ കൊണ്ട് കുട്ടിയുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നില കുറഞ്ഞു പോകും. കാരണം പിന്നീട് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയ, അതാണ് വളരെയധികം പ്രശ്നമുള്ളൊരു അവസ്ഥ. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഉടനെ നമ്മൾ ഈ ഹൈപ്പോഗ്ലൈസിമിയ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഷുഗർ നില അസാധാരണമായി താഴ്ന്നു കഴിഞ്ഞാൽ, ഒരു 40-30 ഗ്രാം പെർസെൻറ്റേജിൽ താഴെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കിയേക്കാം. ഒരു പ്രഗ്നന്റ് ലേഡി ഒരു ക്ലിനിക്കിൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരികയാണ്. ആ ഹോസ്പിറ്റലിൽ വരുന്ന ലേഡിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസിന് സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അസസ് ചെയ്യും? യൂഷ്വലി നമ്മൾ ഒരു റാൻഡം ഷുഗർ ഒന്ന് നോക്കും, ബ്ലഡ് ഷുഗർ നോക്കും. പിന്നീട് ഈ ലേഡിക്ക് ഒരു ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്
50 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ഒരു 1 അവർ കഴിയുമ്പോഴുള്ള ഷുഗർ ലെവൽ എത്രയുണ്ടെന്ന് നോക്കും. യൂഷ്വലി അത് നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ അതൊന്നും നമ്മൾ നോക്കാതെ നമുക്കിത് ചെയ്യാം. 50 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ട് അതാണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ 50 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ച് 1 അവർ കഴിയുമ്പോഴേക്കും 140 കൂടുതലാണെങ്കിൽ സാധ്യത കൂടുതലാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ സ്ക്രീൻ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് എക്സ്റ്റൻഡഡ് GTT ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്സി, നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു പുതിയ ടെസ്റ്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം രോഗികളെ പിടിച്ച് 100 ഗ്രാം ഗ്ലൂക്കോസ് കഴിപ്പിച്ച് വോമിറ്റിംഗ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. 100 ഗ്രാം ഗ്ലൂക്കോസ് കഴിപ്പിച്ച് അവരെ വോമിറ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ 0, 1, 2, 3 അങ്ങനെ 3-4 സാമ്പിൾസ് എടുക്കണം, 4 പ്രാവശ്യം കുത്തണം, ടൈം ഗ്യാപ്പ് വെച്ച്. അത് അപ്പൊ അതിന് പകരമായി ഈ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുക്കുക. വരുന്ന സമയത്ത് ഈ GCTക്കും വേണമെങ്കിൽ GCT ചെയ്യാതെ തന്നെ 75 ഗ്രാം ഗ്ലൂക്കോസ് കാഷ്വലായിട്ടും കൊടുക്കുക. വിത്തൗട്ട് ഈ നമ്മൾ നേരത്തെ എന്ത് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിച്ചോ എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് 2 hours കഴിയുമ്പോൾ നോക്കുക ഷുഗർ. അപ്പോൾ അത് ഒരു 140 കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം പ്രഗ്നൻസി പീരീഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ, അതായത് നമുക്ക് അനുവദനീയമായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽസിന് റിലാക്സേഷൻസ് ഒന്നുമില്ല, നോർമൽ ലെവൽ തന്നെയാണ്. അല്ല, റിലാക്സേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ യൂഷ്വലി 140 മേലെയാണെങ്കിൽ അത് ആഹാരത്തിനോ കാഷ്വൽ ഇതിലോ എന്നല്ല പറയുന്നത്. അപ്പൊ യൂഷ്വൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ബിലോ 100 ആണ് നോർമൽ. പ്രഗ്നൻസിയിൽ അത് ബിലോ 90 ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 95. ടൈറ്റ് ആണ്, റിലാക്സേഷൻ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടാണ്. പിന്നെ ആഫ്റ്റർ ഫുഡ് ബിലോ 140, 1 അവറിൽ 2 hours ആകുമ്പോൾ ബിലോ 120 ആയിരിക്കണം. അപ്പൊ കുറെ കൂടി ടൈറ്റ് ആണ്. 1 മണിക്കൂറിൽ 140 മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല, ഡൗട്ടാണ്. അതെ, ഡൗട്ടാണ്. അതേസമയം നമ്മളിപ്പോ സാധാരണ ആൾക്കാരിൽ 140നും 200നും ഇടയ്ക്ക് ഷുഗർ, കാഷ്വൽ ഷുഗർ അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ആ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കത് ഒരു ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നാ പറയാം. അതായത് പ്രീ ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവരെ ശ്രദ്ധിക്കണം. അതേസമയം ഈ 140യുടെ മുകളിൽ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റേഷൻ ഡയബറ്റിസ് ആണ്, ഡയഗ്നോസ് ചെയ്തു. മറ്റേത് ഇംപെയർഡ് ലെവലാണെങ്കിൽ പ്രീ ഡയബറ്റിക്, ഇത് പ്രീ ഡയബറ്റിക് അല്ല, ദിസ് ഇസ് ഡയബറ്റിക് ആണെന്ന്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് റേഞ്ചിൽ വന്നു.